تجلى للذات أول عبد وواسطة الأحوال في البسط والقبض. ഇതൊരു വെളിവാകലാണ്. തജല്ലാലി ദാത്തി, ആ പരിശുദ്ധ ദാത്തിന്റെ തജല്ലിയത്തിന് വെളിവായി അവ്വല ആബിദിൻ, ആദ്യത്തെ ആരാധിക്കുന്ന ആളെന്ന നിലയിൽ. ആദ്യം അള്ളാഹുവിനെ ആരാധിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. ഇന്നലെ വിശദീകരിച്ചിരുന്നു, ഇന്ന് വിശദീകരിക്കുന്നു ഇല്ല. വാസിത്തൽ അഹ്വാലി, എല്ലാ സൃഷ്ടികളുടെയും എല്ലാ സന്ദർഭങ്ങളുടെയും മധ്യവർത്തിയുമാണ്. ഫിൽ ബസ്തി, സന്തോഷത്തിലും, വൽ ഖബ്ലി, സന്താപത്തിലും. ഫിൽ ബസ്തി രണ്ടാമത്തെ അർത്ഥം നേട്ടത്തിലും, വൽ ഖബ്ലി കോട്ടത്തിലും. ഫിൽ ബസ്തി അള്ളാഹുവിൻ്റെ നിഅമത്ത് വിശാലമായി ലഭിക്കുമ്പോഴും, വൽ ഖബ്ലി കുറച്ച് ലഭിക്കുമ്പോഴും. എന്തിനും അവരുടെ സകല സന്ദർഭങ്ങളുടെയും മധ്യവർത്തിയും ഇയാൾ തന്നെയാണ്. ഇയാളില്ലാതെ ഒരാൾക്കും ഒന്നും ലഭിക്കൂല. അവല ആബിദാണ്, അവല ബ്രൂസും, ഇത് വെളിവായ ആളാണ്, ഒരു വെളിവാകലാണ്. തജല്ലാലി ദാത്തിന്റെ തജല്ലിയത്തിന് വെളിവാകലാണ്, അത് വെളിവായ ആളാണ്. അവല ആബിദിൻ, ആദ്യം ആരാധിച്ച ആൾ എന്ന നിലയിൽ. ആരാധിച്ചത് മുഹമ്മദ് മുസ്തഫ. അനല്ലവലു, ഞാനാണ് ആദ്യത്തെ ആൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ആദ്യത്തെ ആൾ എന്ന നിലയിൽ അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് ആദ്യം വെളിവായത് ഞാൻ എന്നാണ് അർത്ഥം. അല്ലാതെ ആദ്യം എന്നാളല്ല, ആദ്യത്തെ ആൾ അള്ളാഹുവാണ്, അവസാനത്തെ ആളും അള്ളാഹുവാണ്. ഇവിടെ അനല്ലവലു വല്ലാഹിറു, ഞാനാണ് ആദ്യം, ഞാൻ തന്നെ അവസാനം എന്ന് പുണ്യ റസൂൽ പറഞ്ഞ ഹദീസ് ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യം അള്ളാഹുവിനെ പരിശുദ്ധ ദാത്തിന്റെ തജല്ലിയത്തിന് ആബിദായി എണീറ്റുന്നത് ഞാനാണ്, അവസാനത്തെ ആളും ഞാൻ തന്നെയാണ്. അവസാനം ഒരാൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിലൂടെയാണ്. എല്ലാവരും നിങ്ങളിപ്പോൾ അള്ളാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കാരണം മുഹമ്മദിൻ്റെ നൂറാനിയത്ത് നിങ്ങളിൽ പ്രവേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. വളരെ മുഅ്മിനായിട്ടുണ്ടെങ്കിൽ നബി നിങ്ങളിൽ പാസ് ചെയ്തിട്ടുണ്ട്. നബിയുടെ പ്രകാശം നിങ്ങളിൽ പാസ് ചെയ്യാതെ നിങ്ങൾക്ക് അള്ളാഹിനെ അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ കാണുന്നില്ല. ഫാന് കറങ്ങുമ്പോൾ നമ്മൾക്ക് കാറ്റ് കിട്ടുന്നു, പക്ഷെ കരണ്ട് അതിൽ പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാൻ കറങ്ങിയത്. നിങ്ങൾ നിസ്കരിക്കുന്നു, നബിയുടെ നൂറാനിയത്ത് നിങ്ങൾ കാണുന്നില്ല. നബിയുടെ നൂറാനിയത്ത് നിന്റെ സിരകളിൽ ഒഴുകാതെ പിശാച് നിന്നെ നിസ്കരിക്കാൻ സമ്മതിക്കൂല. കാരണം ഇന്ന ശൈത്വാന യജ്രി മിൻ ബനി ആദമ മജ്റദ് ദമി, രക്തം ഓടുന്നിടത്ത് മുഴുവനും അവനുണ്ടാവും. ആര്? പിശാച്. പിന്നെ എങ്ങനെ എനിക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞതെങ്കിൽ നിന്റെ ഉള്ളിൽ ആര് കയറി? മുഹമ്മദ് എന്ന ആൾ കയറി. നിസ്കാരമല്ല, നിസ്കാരത്തിൻ്റെ നിസ്കാരം, നിസ്കാരം എന്ന നിസ്കാരം, നിസ്കാരത്തിൻ്റെ കാട്ടിക്കൂട്ടലല്ല. ഉള്ളിൽ നബിയില്ലാതെ പലരും നിസ്കരിക്കും, അത് പിശാചിൻ്റെ നിസ്കാരം. അതിന് ലാഭം പിശാചിനാണ്. എന്തുകൊണ്ട്? ആ നിസ്കാരക്കാരനും ആ നിസ്കാരവും പിശാചിൻ്റെ കൂടെ നരകത്തിലേക്ക് വീഴും. ഫവൈലുല്ലിൽ മുസല്ലി. അപ്പം നബിയുടെ നൂറാനിയത്ത്, അതാ ഇന്നലത്തെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, അത് തിന്നണം, എന്നിട്ട് വേണം പണിയെടുക്കാൻ. ഇന്നലത്തെ ക്ലാസ് കേട്ടവർക്ക് അറിയാം, കേട്ടിട്ടില്ലേ? കേട്ടോൽ വിജയം, കേൾക്കാത്തവർക്ക് പരാജയം. എല്ലാം തിന്നണം, എന്നിട്ട് പണിയെടുക്കാൻ പോയാൽ മതി. എന്തെങ്കിലും തിന്നണ്ടേ? ഇപ്പം നമ്മൾ ക്ലാസ്സിന് പോരുകയാണ്. അപ്പം ഞാൻ ഒന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. അൻവറാനെ കൊണ്ടത് അരി കൊടുത്താൻ നേരത്തെ പറഞ്ഞു, ഒരു ചായയും കടിയും ഉസ്താദെ കഴിച്ചാലും. ഞാൻ അവനോട് എങ്ങനെയാവും സ്പീഡിൽ വണ്ടി ഓടിക്കുക. അപ്പം ഞാൻ എങ്ങനെ പോനോട് ചായ കുടിക്കണടാന്ന് പറയണമെന്ന് വിചാരിച്ചാണ്, മാനം കെടുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴും അങ്ങോട്ട് പറഞ്ഞു. അപ്പം ആരെയും കൂടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ പൊളിക്കുന്ന സ്ഥലമുണ്ടാവും. പെട്രോൾ പമ്പിൻ്റെ ഏരിയയിൽ ഒരു ബുഡിയും വലിയാണ് അവിടെ. അപ്പം അവിടെ നിർത്തിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചായയും ഒരു കാലി പൊറാട്ടയും വാങ്ങി തന്നു. പൊറാട്ടയും ഒന്നും കിട്ടണ്ടായിട്ടില്ല, എന്നാലും ഉള്ളിലൊരു സാധനം വേണമല്ലോ. അപ്പം എന്നതുപോലെ ഒരു പണിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണം. ഈ നിസ്കരിക്കണമെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം. നിസ്കരിക്കണമെങ്കിൽ ഭക്ഷണം കൊടുക്കണം. ആർക്കാ ഭക്ഷണം കൊടുക്കുന്നത്? റൂഹിൻ്റെ ഭക്ഷണം കൊടുക്കുക. റൂഹിൻ്റെ ഭക്ഷണം ദിക്റു മുഹമ്മദാണ്, സനാ മുഹമ്മദാണ്, അളമത്ത് മുഹമ്മദാണ്. അതെൻ്റെ ഉള്ളിൽ കയറി ആത്മാവിന് ഭക്ഷണം കിട്ടി, എന്നിട്ട് നിസ്കരിക്കണം. റൂഹിലേക്ക് ഭക്ഷണം കയറിയ ജുനൂമിനായി. അതേതാണ് ഭക്ഷണം? അത് അളമത്ത് മുഹമ്മദാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ നിസ്കരിച്ചു. അപ്പം എന്തായി? മുഅ്മിനായി. മുഅ്മിൻ്റെ നിസ്കാരം അള്ളാഹു റെക്കോർഡിലാക്കുള്ളൂ. കാരണം മുഅ്മിനീങ്ങളുടെ നിസ്കാരം പറഞ്ഞിട്ട് തന്നെ ഉള്ളൂ.
മനസ്സിലായില്ല? ഹോംവർക്ക് മാഷ് ഇടിക്കുന്നു, അവിടെ ഇവിടെ കേട്ടത് ചെല്ലിപ്പിക്കുന്നു. ഇതൊക്കെ മാഷ് ചെയ്യുന്നുണ്ട്. അത് നേരെ ക്ലാസ് മുറിൻ്റെ ചുമരിൻ്റെ അപ്പുറത്ത് ഒരു ആടുമേക്കാരനായ ഒരു കുട്ടിയും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓന് ജയിക്കൂലല്ലോ. എന്തുകൊണ്ട്? ഓനെ ഉള്ളു കയറ്റിയില്ലല്ലോ, ഓൻ്റെ ലെഡ്ജറിൽ ഓൻ്റെ പേരില്ലല്ലോ, ഓൻ രജിസ്ട്രേഷനിൽ ഓൻ്റെ പേരില്ലാത്തതുകൊണ്ട് ഓന് എന്ത് കേട്ടിരുന്ന കാര്യമില്ല. പഠിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, എന്ത് ചെയ്തോ? പ്രിൻസിപ്പാളെ അടുത്ത് പോയിട്ട് നേരെ രജിസ്റ്റർ ബുക്കിൽ കയറി. പിന്നെ ക്ലാസ് കിടന്ന് ഉറങ്ങിയാലും ഓൾ പാസ് കിട്ടും, ചവിട്ടിക്കയറ്റിൽ നടക്കും. മനസ്സിലാണ്ടോ പറഞ്ഞത്? അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുണ്ടോ? അതേ സമയത്ത് രജിസ്ട്രേഷനിൽ എൻ്റെ പേരില്ലെങ്കിലോ, എന്നെ രജിസ്ട്രേഷനിൽ എൻ്റെ പേര് ചേർത്തിട്ടില്ലെങ്കിലോ പിന്നെ എന്ത് കാര്യമുള്ളത്? അപ്പൊ ഈ ഈമാന്റെ രജിസ്ട്രേഷനിൽ കയറണം. അപ്പോഴേ നിനക്ക് നിസ്കാരമുള്ളൂ. ഇന്ന സ്വലാത്ത കാനത അലൽ നാട്ടുകാരീന കിതാബൻ മൗഖൂത എന്നല്ല, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് നിസ്കാരം നടത്തണം. അപ്പൊ ഈമാന് കിട്ടണം. ഈമാൻ കിട്ടണമെങ്കിൽ എന്താണ്? എന്നുള്ള റൂഹിന് ഭക്ഷണം കൊടുക്കണം. അപ്പോഴാണ് ഈമാൻ കിട്ടുക. റൂഹിന്റെ ഭക്ഷണമാണ് ഈമാന്. റൂഹിന്റെ ഭക്ഷണമാണ് ഈമാന്. അതെന്താണത്? അത് സനാഉ മുഹമ്മദാണ്. മുഹമ്മദ് അളമത്ത് മുഹമ്മദാണ്, തശ്രീഫ് മുഹമ്മദാണ്, തക്രീമ് മുഹമ്മദാണ് സല്ലല്ലാഹു വഹുവ അവ്വലുൽ ഖൽഖാൻ. അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ് മുഹമ്മദ്. അള്ളാഹുവിൻ്റെ അഷ്റഫായ ഖൽഖാണ് മുഹമ്മദ്. അതാ മുഹമ്മദിനെ ബഹുമാനിക്കലാണ് എന്ത്? അതാണ് ഈമാൻ്റെ ഭക്ഷണം, അതാണ് റൂഹിൻ്റെ ഭക്ഷണം. അപ്പം ഈമാൻ കിട്ടി. പിന്നെ നിസ്കരിക്കണം. കാരണം ഇത് മുമ്പിനായി നിസ്കരിക്കാൻ വിട്ടുപോയാലും ഞാൻ ചിലപ്പോൾ വിട്ടു, നിസ്കരിച്ചില്ല, ചിലപ്പോൾ വിട്ട്, അങ്ങനെ വരുമല്ലോ. അമലൊന്നുമില്ല, എന്നാലും ഈമാനുണ്ടല്ലോ. അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്നൊഴിവാൻ. ഹിമാലയം പോലെ അമലുള്ളവൻ നരകത്തിൽ നിന്ന് ഒഴിവാന്നില്ല. ഹിമാലയത്തിന്റെ എത്ര അമലുണ്ട് ഒരാൾക്ക്. റിജാലും മിൻ ഉമ്മത്തി ഔ കമാ ഖാല ഹബീബ നബി പറഞ്ഞു, റിജാലും മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമ ബിഅമാലിൻ അഅ്ളമ മിൻ ജിബാലി തിഹാമ. തിഹാമയിലെ പർവ്വതങ്ങളെക്കാൾ അമലും കൊണ്ട് ചില ആളുകൾ എന്റെ സമുദായത്തിൽപ്പെട്ടവർ തന്നെ അന്ത്യനാളിൽ വരും. ഫജഅലഹ അല്ലാഹു ഹബാഅൻ മൻസൂറ. അല്ലാഹു വിതറപ്പെട്ട തൂളികളെ പോലെ വലിച്ചു. എൻ്റെ അമലൂടെ ഉണ്ട്. എന്തേ ഒന്ന് പ്രശ്നം? ഈമാനില്ല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അമലുണ്ട്, എന്തില്ല? ഈമാനില്ല. റിജാൽ കുറച്ച് ആളുകൾ എഴുത്തൂന അവർ വരും യൗമൽ ഖിയാമ അന്ത്യനാളിൽ ബിഅമാലിൻ അമലുകൾ കൊണ്ട് അഅ്ളമ മിൻ ജിബാലി തിഹാമ. തിഹാമ പർവ്വതങ്ങളാണ് എന്താ ഹിജാസിലെ ഏറ്റവും വലിയ പർവ്വതം. മനസ്സിലായില്ലേ? തിഹാമയിലെ പർവ്വതം അഅ്ളമ മിൻ ജിബാലി തിഹാമ. തിഹാമയിലെ പർവ്വതങ്ങളെക്കാളും വലിയ അമൽ കുമ്പാരം കൊണ്ട് ചില ആളുകൾ എന്റെ സമുദായത്തിൽപ്പെട്ടവർ തന്നെ അന്ത്യനാളിൽ വരും. അപ്പോൾ അത് വിതറപ്പെട്ട ധൂളികളെ പോലെ അള്ളാഹു ആക്കി കളയും. ഒരുത്തരെടുക്കൂലേ? അമലുണ്ട്, എന്തില്ല? ഈമാനില്ല. അക്കുംബാത്തിലുമില്ല. ഈമാൻ ഉണ്ടെങ്കിൽ അക്കുംബാത്തിലുണ്ടാവുള്ളൂ. നമ്മൾ കാക്കട്ടെ. ഈമാനില്ല, ഈമാൻ ആവശ്യം. അമലുണ്ട്, വളർച്ചുണ്ട്. താടി നീട്ടി വലിയ താടി വെച്ചിട്ട് നിസ്കരിക്കാൻ ആളുകളെ വിളിച്ച് നിസ്കരിക്കുകയും ചെയ്യും, നിസ്കരിക്കാൻ ആളെയും കൊണ്ടുപോകും. അങ്ങനെ ജമാഅത്തിന് പോയി താടി നീട്ടി നടക്കുന്ന ആളുകൾ, മുളച്ച താടി മുഴുവനും തൊടാതെ അതാണല്ലോ സുന്നത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. വാപ്പാന്റെ കരണിക്കുറ്റിക്ക് തച്ചോല എനിക്കറിയാന്ന് ഞാൻ ഈ ക്ലാസ് പറഞ്ഞു. തേനാണ് കൊടുത്തത് വാപ്പ. അവൻ പറഞ്ഞ വാപ്പ കിട്ടില്ല, ഇല്ലാട്ട് കുടിച്ചു. ഈ താടിയോട് കൊടുത്താനും വാപ്പ. അപ്പോൾ താടിയുണ്ട്, നിസ്കാരമുണ്ട്, ജമാഅത്തും ഉണ്ട്, ജമാഅത്തിന് വിളിക്കാൻ ആളും ഉണ്ട്. എന്തില്ല? ഈമാനുള്ള മനുഷ്യൻ പല തല്ലൂല. ഓൻ്റെ ബാപ്പ ഗണേശനാണെങ്കിൽ തല്ലൂല, ഓൻ്റെ ബാപ്പ രമേശനാണെങ്കിൽ തല്ലൂല. അൻസിലിനാസ്മനാസിലവും ഓരോരുത്തർക്ക് അവരുടെ അവകാശം വക വെച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എൻ്റെ അച്ഛൻ ഹിന്ദുവും ക്രിസ്ത്യാനിയും, പക്ഷെ ബാപ്പയാണ്, അച്ഛനാണ്, വക വെച്ചു കൊടുക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ പറയുള്ളത്? എന്താ പറയുന്നത്? മുംതഹിന അധ്യായത്തിലെ 8-ാമത്തെ ആയത്ത് അസ്മാ ബീവിയുടെ ഉമ്മ വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോൾ ഇറങ്ങിയത്. മുംതഹിന അധ്യായത്തിൻ്റെ 8-ാമത്തെ ആയത്തിൽ
എന്നിട്ട് നോക്കി മുംതഹിന അധ്യായത്തിന്റെ 8-ാമത്തെ ആയത്ത് അസ്മാ ബീവിയുടെ ഉമ്മ വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോൾ ഇറങ്ങിയത്. لا ينهاكم الله عن الذين لم يقاتلوكم ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. അല്ലേ? കണ്ടോ? لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ഇതാണ് 8-ാമത്തെ ആയത്ത്. മുംതഹിന അധ്യായത്തിന്റെ 8-ാമത്തെ ആയത്ത്. അസ്മാ ബീവിയുടെ ഉമ്മ വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോൾ ഇറങ്ങിയത്. എന്താ സംഭവം? അസ്മാ ബീവിയുടെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. മനസ്സിലായില്ലേ? അവർ മുഅ്മിനത്തായില്ല. അത് കാരണമാണ് പിന്നീട് ഉമ്മുറുമാനെ കിട്ടിയത്. പിന്നെ ഉമ്മുറുമാനെ കിട്ടി. ഉമ്മുറുമാന്റെ മോളാണ് ആയിഷ ബീവി. ഏട്ടത്തി അസ്മാബിയുടെ ഉമ്മ വേറെ, അവര് മാറിയില്ല. പിന്നെ മദീനയിലേക്ക് വിചറ വന്നു ഇവര്. അങ്ങനെ മദീനയിൽ അവര് കാര്യങ്ങളൊക്കെ റാഹത്തായി. പിന്നെ കുടുംബജീവിതം നയിക്കുന്ന കാലത്ത് ഉമ്മ കാണാൻ വന്നു. അപ്പോൾ വീട്ടിൽ ഉമ്മ എത്തിയപ്പോൾ ബേജാറായി. ആർക്ക്? അസ്മാ ബീവിക്ക്. ഉമ്മ മുസ്ലിമത്തല്ലല്ലോ, ഉമ്മാനെ വീട്ടിലേക്ക് സ്വീകരിച്ച് കയറ്റി ഉമ്മയെപ്പോലെ പെരുമാറിയാൽ വല്ല തെറ്റുണ്ടാവും. റസൂലുള്ളാഹിന്റെ ആളെ പറഞ്ഞയച്ചു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയ ആയത്ത് ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു ഒരിക്കലും വിരോധിക്കുന്നില്ല. അനില്ലതിന, ഒരു വിഭാഗത്തെക്കുറിച്ച്. ലം യുഖാതിലുക്കും, അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നിട്ടില്ലല്ലോ. ഫിദ്ദീനി, ദീൻ കാര്യത്തിൽ. വലം യുഖ്രിജൂക്കും, അവർ നിങ്ങളെ ഇറക്കി വിട്ടിട്ടുമില്ലല്ലോ. മിൻ ദിയാരിക്കും, നിങ്ങളെ വീടുകളിൽ നിന്ന്. നിങ്ങളെ യുദ്ധത്തിന് വന്നിട്ടില്ല. നിങ്ങൾ മുഅ്മിനായതിന്റെ പേരിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും ഇല്ല. അങ്ങനത്തെ ആളുകൾ, അത് വിശാലമായ അർത്ഥത്തിലാണ് ആയത്തിറങ്ങുന്നത്. അത് ഉമ്മാക്ക് മാത്രമല്ല, എല്ലാ അന്യ സമുദായക്കാരും ഒരുപോലെയാണ്. എന്താ നിങ്ങൾ അവരോട് ചെയ്തു കൊടുക്കുന്നത്? അല്ലാഹുവിന് വിരോധമില്ല. അന്തബറൂഹും, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുന്നതോ, വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ നീതി കൊടുക്കുന്നതോ അല്ലാഹുവിന് ഒരു വിരോധവും ഇല്ലെന്നല്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി കൊടുക്കുന്ന ആളുകളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ആർക്ക്? അന്യ സമുദായക്കാർക്കും നീതി കൊടുക്കണം. നീതി കൊടുക്കുന്നവരെ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? നിന്റെ അച്ഛൻ ഹിന്ദുവാണ്, അച്ഛൻ എന്ന നിലയിൽ അവൻ ബഹുമാനിക്കണം. അച്ഛനല്ലേ? മനസ്സിലായല്ലോ? മനസ്സിലായി. ഞാൻ കാലുകൊണ്ട് ചവിട്ടിയാലും അച്ഛനല്ല, അമ്മയല്ലേ. ഇത് താടിയും വെച്ചിട്ടാണ് ബാപ്പാനെ തല്ലിയത്. എന്തിൽ നിസ്കാരമുണ്ട്, താടിയുണ്ട്, ജമാഅത്തുണ്ട്, എന്തില്ല. അണുമണിത്തു കൈമാനുള്ളവൻ ബാപ്പനെ തല്ലൂല. അണുമണിത്തു കൈമാനുള്ളവൻ. കാരണം അൽ അബു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിലെ നടുവിലെ വാതിൽ ബാപ്പയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ബാപ്പയെന്നാണ് സ്വർഗത്തിലെ നടുവിലെ വാതിൽ ബാപ്പയാണ്. അൽ അബു ഔസത്തു, ഏറ്റവും മധ്യത്തെ വാതിൽ. അതായത് മധ്യത്തിൽ നിന്ന് ഇങ്ങനെയും തടയാം, അങ്ങനെയും തടയാം. മധ്യത്തിൽ നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെയും തടഞ്ഞൂടെ? അതാണ് പറഞ്ഞതിനർത്ഥം. മധ്യത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് കൈ ഏന്തിയ പരിധിയുണ്ട്. നടുവിൽ നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെയും തടയാം, അങ്ങനെയും തടയാം. അൽ അബു ഔസത്തു അബ്വാബിൽ ജന്ന, നിന്നെ സ്വർഗത്തിൽ കയറ്റണോ കയറ്റണ്ടേ തീരുമാനിക്കാൻ അധികാരം അന്നോ ബാപ്പാക്ക് കൊടുക്കുക. സ്വർഗത്തിലെ നടുവിലെ വാതിൽ ബാപ്പയാണെന്ന, ബാപ്പാന്റെ പേരിലാണെന്നല്ല, ബാപ്പയാണ്. അപ്പൊ സ്വർഗത്തിലെ നടുവിലെ വാതിൽ ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെങ്കിൽ ബാപ്പ
ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാ സ്വർഗം. ബാപ്പ പാതിര നടുവിലെടുക്കും. എന്നെ കേറ്റണേ ബാപ്പേരുമായിരിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്. പിന്നെ അവനെ ബാപ്പാനെ ഈ ജമാഅത്തിനും ജുമാക്കും ഈ താടിയും വെച്ച് പായണ ഇവന് ബാപ്പാനെ തല്ലിയാൽ അവന് ജമാഅത്തും ജുമായുണ്ട് എന്തില്ല? ഈമാനില്ല. ഈമാനുള്ളവൻ ബാപ്പാനെ ആക്ഷേപിക്കൂല. സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഘത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് ആ സംഘം എത്തിയപ്പോൾ ഒരു ഗ്രാമീണൻ വന്നു. എന്നിട്ട് ഇബ്നു ഉമർ തങ്ങളറിയില്ല, അന്ത ഇബ്നു ഉമർ, നിങ്ങളല്ലേ ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ? ചോദിച്ചു. അന സ്വദ്ദീഖു അബീക്, ഞങ്ങളെ വാപ്പാന്റെ ചങ്ങായാണ്. നിങ്ങൾ വരുമ്പോഴൊക്കെ എന്നെ കാണാറുണ്ട് വാപ്പ. ഫനസല മിനൽ ഹിമാർ, കൈതപ്പുറത്തെ യാത്ര ചെയ്യുന്നത്. അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങി. فألبس عمامته, ആ ഇമാമത്തിന് ആ തലയെക്കെട്ടിന് അഴിച്ചു. ഫഅൽബസഹു, അത് അയാൾക്കാൻ ധരിപ്പിച്ചു. മനസ്സിലായില്ല. തലയെക്കെട്ടിന് ഊരി, എന്നിട്ട് അത് ആർക്ക് വെച്ചു കൊടുത്തു? ഈ വന്ന ആളുടെ തലയിൽ വെച്ചു കൊടുത്തു. ഫഅതഹു ഹമാറഹു, കൈ തന്നെയാണ് കൊടുത്തു. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അങ്ങനെ വരുന്ന ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ പോരെ ഇബ്നു ഉമർ, നിങ്ങൾക്ക് ആകെ വാഹനമില്ല, ആകെ ഉള്ളതൊരു കഴുതയാണ്, അതിന് പിന്നെ ഞങ്ങളെ യാത്ര ചെയ്യാം ഞങ്ങളെ കൂട്ടത്തിൽ. അപ്പോൾ പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യുക്രിം സദീഖ അബീഹി നസഅല്ലാഹു നൂറഹു ഔ കമാ ഖാൽ. ഒരാൾ ബാപ്പാന്റെ സ്നേഹിതനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു ഈമാന്റെ പ്രകാശം ഊരിക്കളയും. മല്ലം യുക്രിം സദീഖ അബീഹി, മല്ലം യുക്രിം സദീഖ അബീഹി. ഒരാൾ ബാപ്പാന്റെ സ്നേഹിതനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും അയാളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു തആല ഈമാന്റെ പ്രകാശം ഊരിക്കളയും എന്ന് റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാപ്പാനെ ബഹുമാനിച്ച പോലെ ബാപ്പാന്റെ ചെങ്ങായിനെയും ബഹുമാനിക്കും അങ്ങനുണ്ട് എന്ന് പുണ്യ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാപ്പയായിരിക്കും. ബാപ്പാന്റെ ചെങ്ങായിക്ക് ഈ ദർജ ഉണ്ടെങ്കിൽ നിന്റെ ഈമാനെ കെടുത്തിക്കളയാൻ ബാപ്പാന്റെ ചെങ്ങായി കഴിഞ്ഞില്ല, ഈ ബാപ്പക്ക് എത്ര കഴിയും? ഒരാൾ തന്റെ ബാപ്പാടെ സ്നേഹിതനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടും. അപ്പൊ പിന്നെ അപ്പൊ നിന്റെ ഈമാനിന്റെ പ്രഭ കെടുത്തിക്കളയാനുള്ള കഴിവും അധികാരവും അവകാശവും ആർക്കുണ്ട്? പറകുട്ടി ബാപ്പാടെ ചെങ്ങാതിക്കുണ്ട്. എങ്കിൽ ബാപ്പാന്റെ അധികാരത്തിന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ബാപ്പാന്റെ അധികാരത്തെ അപ്പൊ ബാപ്പാനെ അടിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബാപ്പാനെ പോലെ തന്നെയാണ് മോശമാക്കുക, അമ്മായിമ്മ ഒക്കെ നല്ലോണം കണക്കാക്കാം. വളരെ ഭയപ്പെടുന്നവരൊക്കെ ബാപ്പാന്റെ അതേ സ്ഥാനത്താണ് മോശമാക്കുക. ബാപ്പാന്റെ അതേ സ്ഥാനത്ത് അമ്മാന്റെ അതേ സ്ഥാനത്താണ് അമ്മായിമ്മ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു, പിന്നെ ആ പെണ്ണുമായി അയാൾ കൂടിയില്ല, ഒരു രാത്രി പോലും ആ പെണ്ണുമായി കഴിഞ്ഞുറങ്ങില്ല, തൊലാക്കല്ല. എന്നാൽ അമ്മായിമ്മ നെഞ്ഞിക്കെട്ടാൻ പറ്റൂല, അമ്മായിമ്മ അമ്മയാണ് അപ്പൊ സ്ഥാനത്തില്. മനസ്സിലായില്ല? ഒരു രാത്രി പോലും ഈ പെണ്ണുമായി കിടന്നുറങ്ങിയില്ല, തൊലാക്കയില്ല. ഇനി എന്ത് പറ്റൂല? അമ്മായിമ്മനെ കെട്ടാൻ പറ്റൂല, അമ്മായിമ്മ അമ്മയാണ്, തൊട്ടവൊന്നും മുറിയില്ല. ഇലായും നിൽക്കുക. അപ്പൊ അമ്മായിമ്മന്റെ സ്ഥാനത്തില് കെട്ടുബന്ധം കൊണ്ട് ഹറാമായി, കെട്ടുബന്ധം കൊണ്ട് ബാപ്പയായി, കെട്ടുബന്ധം കൊണ്ട് ഉമ്മയായി. ഈ പെണ്ണിനോട് കൂടെ ഒരു രാത്രി ഇയാൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും. മനസ്സിലായില്ല? മനസ്സിലാവേണ്ട പറഞ്ഞത് ഇവിടെ കബിൽത്തു മിൻക നിക്കാഹ എന്ന് പറയുന്നതോടുകൂടെ അമ്മായി മമ്മേ ഇനി ആ പെണ്ണിനെ കെട്ടാൻ പറ്റില്ല. കെട്ടിയ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണാണ് അമ്മായിമ്മ. എന്നാ ഞോളണ്ട് തൊലാക്കില്ലാണ്ട് അമ്മായിമ്മനെ കിട്ടുക നടക്കൂല. കാരണം കബിൽത്തു മിൻക നിക്കാഹ എന്ന് പറയുന്നതോടുകൂടെ ഈ പെണ്ണ് നിനക്ക് ആരായി മാറി? ഉമ്മേ. തൊട്ടവൊന്നും പറയില്ല, കെട്ടാൻ പറ്റൂല, തൊട്ടവൊന്നും പറയില്ല. ഇതൊക്കെയാണ് ബാപ്പ ഉമ്മ അമ്മായിമ്മ അമ്മോശാക്ക്. ഇതൊക്കെ ബന്ധതാണ്. ഓലെ ചീത്ത പറയാ, ഓലെ തല്ല, എന്തിനൊക്കെ മായന, എന്തിനു വന്ന് നിസ്കരിക്കണം? ചില സംഗതികൾ നമ്മുടെ ഈമാന്റെ വിളിച്ച് നശിപ്പിച്ചു കളയും. ചില കാര്യങ്ങൾ
അതൊരു മുഅ്മിനിൽ നിന്നുണ്ടാകുകയില്ല. അത് അറിയാതെ കാലത്ത് പറ്റിയതാണ്, അറിയാത്ത കാലത്ത് പറ്റില്ല. ചിലവൻ അത് പീടിയിൽ വന്ന വയസ്സായ കാക്കാക്ക് ചായ വാങ്ങിക്കൊടുക്കുന്ന ഒരാളെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അയാൾ പറയും ബാപ്പാൻ്റെ ചങ്ങായി. ഇയാൾക്ക് ഹദീസ് അറിയും? മനസ്സിലായില്ല. പീടിയിൽ വന്ന ഒരാൾക്ക് ഒരു വയസ്സായ കാക്കാക്ക് ചായ കാണുമ്പോഴൊക്കെ ചായ കൊടുക്കും. എന്നിട്ട് ഇയാളെ ബാപ്പ എന്നോ മരിച്ചു ചെയ്യും. എന്നിട്ട് ഇയാളെ അതിന് പറയുന്ന ന്യായാണ് എന്ത്? എൻ്റെ ബാപ്പാൻ്റെ ചങ്ങായ. ഇയാൾക്ക് ഹദീസ് അറിയോ? ഈ പറഞ്ഞ ഈ ചായ വാങ്ങിക്കൊടുക്കുന്ന ഈ പനി നാടൻ, ഈ നാടൻ ഈ ഹദീസ് അറിയോ? അറിയോ? ഇല്ല. പിന്നെന്തേ? അതോ എൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ അതവിടെ മുളക്കും. ആ ഈമാനുള്ളതിൻ്റെ അടയാളം, കൽബിൽ ഈമാൻ ഉണ്ട്, അതിൻ്റെ അടയാളാണ്. നമ്മൾ പഠിച്ചോണ്ട് കാര്യമില്ല, നമുക്ക് ഈ ഹദീസൊക്കെ കിട്ടും. പക്ഷെ വാപ്പാനെ അങ്ങനെ അവൾ മാനിക്കൂല. എന്തുകൊണ്ട്? ഇത് ഈമാനിലോന് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. വിഷയം അതല്ല, ഞാൻ അവിടേക്കും പോയത്. അവൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ മനുഷ്യന് ഈ നിസ്കാരമൊക്കെ കാട്ടിക്കൂട്ടി നടക്കും. പക്ഷെ ഈമാന്റെ പ്രഭ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ ചെയ്യാത്ത ഹദീസൊക്കെ പഠിച്ചിട്ട് പിന്നെയാണ് പഠിച്ചത്. ബാപ്പാനെ തല്ലാൻ വേണ്ടി കൈ ഒങ്ങി ആരോ പിടിച്ചു മാറ്റി, പിന്നെയാണ് ഹദീസ് പഠിച്ചത്. എന്ത് ആ ബാപ്പാനെ തല്ലാൻ പാടില്ല അങ്ങനെയുണ്ടോ? അന്ന് ആ ഹദീസൊന്നും ഓർമ്മയില്ലേന്, അങ്ങനെ ബാപ്പാനെ തല്ലാൻ ഒരുങ്ങി അങ്ങനെ ഉണ്ടാവും. ഹദീസ് എന്ത് ബാപ്പൻ്റെ? ഓ നേരെ ഹദീസ് പഠിച്ചില്ല. എന്നാല് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനത്തെ ഹദീസോട്ട് പറഞ്ഞില്ല. എന്നാല് അതൊക്കെ അവൻ സ്വയം നിക്ഷിപ്തമായ കാര്യങ്ങളാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതൊക്കെ ചിന്തിക്കണം. മനുഷ്യന് അമലും കൊണ്ടങ്ങനെ തിഹാമയിലെ പർവ്വതങ്ങളെക്കാളും അമലും കൊണ്ട് നടക്കും. പക്ഷേ കോടതിയിലെത്തിയാൽ വിതറപ്പെട്ട ധൂളികളെ പോലെ അള്ളാഹു നശിപ്പിച്ചു കളയും. എന്തുകൊണ്ട്? ഒരു കരിമ്പ് പോലും അവന്റെ കൽബിൽ എന്തില്ല? ഈമാനില്ല. ഈമാൻ എവിടെ നിന്നുണ്ടാകുക? ഈമാന്റെ അടിത്തറ അളമത്ത് മുഹമ്മദ്. ഒരാൾ മുഅ്മിന ഇസ്ലാമെന്ന് പുറത്തു പോകാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം നിസ്കാരമല്ല നിർത്തുക, ഇനി പിന്നെ ചിത്രയിടും. പള്ളിയൊക്കെ പോയിരുന്ന കാലത്ത് തന്നെ പള്ളിയൊക്കെ പോയിക്കൊണ്ടിരിക്കും, എന്നിട്ട് നബിയിൽ കുറ്റം കാണും, പിന്നെ പള്ളിയെ നിർത്തുക. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാവുകയാണെങ്കിൽ ആദ്യം തന്നെ അവൻ ചെയ്യുക, ഒരാൾക്ക് ഇസ്ലാമിയത്ത് ഉണ്ടാകൽ, ഈമാനിയത്ത് ഉണ്ടാകൽ നബിയിൽ വൽപ്പത്തരം കാണലാണ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ ആദ്യത്തെ അടയാളം ജമാഅത്തുമായി നിർത്തലല്ല, പിന്നെ ജമാഅത്തിന് പോണീന്റെ അടിയിലും ഒപ്പം പോണ ആളോട് നബിനെ പറ്റി കുറ്റം പറയും. എനിക്കിത് നബിന്റെ കാര്യം ഒന്നും അങ്ങനെ മനസ്സിലാവണില്ല. പിന്നെ എന്തെങ്കിലും നിസ്കരിക്കാൻ പോലും നിസ്കാരപ്പം നിസ്കരിക്കാമല്ലോ, പക്ഷെ എനിക്ക് ചിലതൊന്നും നബി ചെയ്ത് ശരിയായി തോന്നുന്നില്ല. സ്വലം ഇപ്പോ എന്തായിപ്പോ ഓൻ്റെ എന്ത് മുളച്ചു? കുഫ്ർ മുളച്ചു. മോൻ എവിടുക്ക പോണ്? നിസ്കരിക്കാൻ ജമാഅത്തിന് പറയണോ? കുഫ്ർ മുളച്ചു. ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവനിൽ നിസ്കാരം നിർത്തലോ നോമ്പ് നിർത്തലോ അല്ല, ഇതൊക്കെ അവസാനേ നടക്കുള്ളൂ. ആദ്യം അവനിൽ നടക്കൽ എന്താണ്? അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാനെ പോലും ആക്ഷേപിക്കില്ല, പിന്നെ അള്ളാനെ ആക്ഷേപിക്കും. ആദ്യം നബി ആക്ഷേപിക്കും. നബി ചെയ്ത് മുഴുവനും കൂടി ഒന്നും ശരിയാകണമെന്ന് അറിയാൻ എന്നെ കിട്ടില്ല. കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ എന്ത് മുളിച്ചു? കുഫർ മുളിച്ചു. നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇനി തിരിച്ച് ഒരാൾക്ക് ഈമാൻ ഉണ്ടാകൽ തുടങ്ങി, പഴയ ആളല്ല, ഓന് ഈമാൻ ഉണ്ടാകൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓന് എന്ത് മുളക്കും? അളമത്ത് മുഹമ്മദ് റസൂലുള്ളാഹി കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ തുടങ്ങും. അപ്പോൾ ഉറപ്പിക്കാം ഓൻ്റെ കൽബിൽ ഈമാൻ മുളച്ചിട്ടുണ്ട്. അത് നബിയാണ്. നബി ഒരു പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പരീക്ഷണമാണ്. ഈമാന്റെയും കുഫറിന്റെയും ഇടയിലുള്ള പരീക്ഷണ വസ്തു മുഹമ്മദ് മുസ്തഫ. അത് മനസ്സിലാക്കിക്കോളെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു കുട്ടി, അത് ഇന്നാലിന കബീല മറ്റൊന്നും കണക്കില്ല, എല്ലാം ഒന്നാണ്. മനസ്സിലാകൊണ്ട് പറഞ്ഞത് കബീല പോലും എൻ്റെ പേര് ഇതൊക്കെ രാഷ്ട്രീയമാണ്, ഇതൊക്കെ പൊളിറ്റിക്സാണ്. അതിൻ്റെ പിന്നിൽ നടക്കണ്ട, അത് നഷ്ടം വരുത്തും. അഹ്ലു ബൈത്ത് എല്ലാം ഒന്നാണ്, ഒരു മറ്റ് പൊളിറ്റിക്സാണ്. ഇന്നാലിനെ തങ്ങൾ മാനാണ്, ഇന്നാൽ തങ്ങൾ മാനല്ല, അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്സാണ്. അത് പല നിലക്കും വരും, ആ പൊളിറ്റിക്സ് വരും. പിന്നെ മാറ്റം ഉണ്ടാകും ഒരു നാഫിഅ ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടും ഒരു സയ്യിദ് മേലെയായാൽ ആ സയ്യിദിനെ നമ്മൾ ബഹുമാനിക്കും. ഒരു വേറിട്ട് പറയും അത് എന്തുകൊണ്ടാണ്? ബിൽ ഇൽമി വത്തഖ്വ. മറ്റൊക്കെ കണക്കാണ്, ഒരു വ്യത്യാസപ്പെടുത്താൻ പാടില്ല. അഹ്ലു ബൈത്തിന്റെ ഇടയിൽ വ്യത്യാസപ്പെടുന്നവൻ ഫാസിഖാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത്രയേ ഉള്ളൂ, വേറെ വർത്താനേ പറയേണ്ടതില്ല.
ഒരു അഹ്ലു ബൈത്തിനെ ഒരാൾ ബഹുമാനിച്ചാൽ അതിൻ്റെ ഈമാൻ്റെ ഭാഗമാണ്. കാരണം അവർ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാനുള്ളതിനെ അത് കഴിയുള്ളൂ, ഈമാനില്ലാത്തതിന് കഴിയൂല. അല്ലാഹു തആല നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. പിന്നെ അപ്പൊ നബി ആരാ? വവാസിത്തത്തിൽ അഹ്വാൽ എല്ലാ സന്ദർഭങ്ങളുടെയും മധ്യവർത്തിയാണ് മുഹമ്മദ് മുസ്തഫ. ഫിൽ ബസ്തി വൽ ഖബ്ദി സന്തോഷത്തിലും സന്താപത്തിലും നേട്ടത്തിലും കോട്ടത്തിലും നമ്മുടെ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ. എല്ലാം അല്ലാഹുവിൽ നിന്ന് നബിയിലൂടെ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നബി നിന്നിൽ കൂടുതൽ ഉണ്ടായോ, നിന്നിൽ അല്ലാഹുവിന് അടുക്കൽ നിനക്ക് കൂടുതൽ അംഗീകാരം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. നബി ഒരു വലിയ സംഭവം നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അള്ളാഹു നിന്നെ പ്രത്യേകം നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം തന്നെ എപ്പോഴും നബി ഇത് നമ്മൾ കണ്ടുണ്ടാക്കണം. നബിയെ പറ്റി പറയുന്നിടത്ത് പോയി കയറിയിരിക്കുക. നബിയെ പറ്റി ഒരാൾ പാട്ട് പാടിയെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു 10 രൂപ കൊടുക്കുക. നബിയെ പറ്റി പാടിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ പറ്റി ഒരാൾ അയാൾ പറഞ്ഞു, അപ്പോൾ അയാൾക്ക് എന്തിന് നമ്മൾ പോക്കറ്റിലിട്ട് കൊടുത്തു. അത് നബിക്കുള്ള അംഗീകാരമാണ്. നബി നമ്മളെ കൽപ്പിലുള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്ന പറഞ്ഞ അങ്ങനെ തന്നെ നബിയാണ്. അവിടെയൊക്കെ നബിയാണ് നബി തന്നെയാണ് അവിടെ കാണുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര തന്നെ ഉള്ളൂ. ഒരു മൂല്യരുടെ വഴി റോഡിൽ നിൽക്കണ കണ്ടു, തലയെ കെട്ടിയൊരു മൂല്യര് വണ്ടി എടുത്ത് പോകാൻ നേരെ ബാക്കിലേക്ക് പിന്നെയും വന്നു. ഞാൻ അവിടെ പെട്ടെന്ന് ബസ് വരുന്ന സമയമല്ല, സന്ദർഭമല്ല, പ്രത്യേകിച്ചു ആരും അങ്ങനെ തന്നെ. പക്ഷെ മൂല്യരാകുമ്പോൾ പിന്നെ വന്നു. എൻ്റെ സ്ഥലം ഇവിടെ ഇത് ഇയാളെ അറിയില്ല. പക്ഷേ അയാൾ ആ തലയെ കെട്ട് കണ്ടാൽ അറിയാം അയാൾ നബിയുടെ പ്രതിനിധിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ എന്തോ ആകട്ടെ, നമ്മളയാളെ പറ്റി നോക്കണ്ട. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അതൊരു മൂല്യരാണ്. ആദ്യത്തെ ആൾ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഏത് വണ്ടി ബാക്കിൽ കിട്ടും, എൻ്റെ സ്ഥലം ഇവിടെ, അങ്ങനെ ഞാൻ പരിക്ക് പോവുകയാണ്, എവിടെയെങ്കിലും വരാൻ ഞാനല്ല, ഞാൻ പോകണം വയ്ക്കാം, അതല്ല 5 മിനിറ്റ് കൂടി ഞാൻ കയറി പോകണം, ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, ഇയാളെ കൊണ്ടേ കൊടുത്തു. ഇത് ആരാണെങ്കിലും നമുക്ക് കൂലിട്ടൂലേ കിട്ടും. പക്ഷേ ഇയാളത് ഒന്ന് പ്രത്യേകിച്ച് പരിഗണിച്ചു. എന്തുകൊണ്ട്? ഇയാളിൽ നബി കണ്ടുണ്ട്, നബിയെ കണ്ടു, തലപ്പാവും മറ്റുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ നബിൻ്റെ ആളാണ്. അയാൾ ചിലപ്പം ദീനാവൂല, ദുന്യാവിനെ നടക്കുക, അത് നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലോട്ട് പറഞ്ഞത് അത്രയേ ഉള്ളൂ. അല്ലാഹു അവിടെ റസൂലുള്ളാഹിനെയാണ് അവിടെയൊക്കെ പരിഗണിക്കുന്നത്. റസൂലുള്ളാഹി ഒരു യതീം കുട്ടിയെ കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. മുഹമ്മദ് മുസ്തഫയുടെ പേരാണ്. ഒരു യതീം കുട്ടിയെ കാണുമ്പോൾ എനിക്ക് ഒരു യതീം കുട്ടിയെ പറ്റി പറയുമ്പോഴും ബേജാറാണ്. ഒരു യതീം കുട്ടിയെ പറ്റി പറയുമ്പോൾ ഒരു യതീം കുട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ബേജാറ്. എന്തുകൊണ്ട് ഇത് യതീം റസൂലുള്ളാഹിയുടെ പേരാണ്. അലം യജിദ്ക യതീമൻ ഫആവാ. യതീം റസൂലുള്ളാഹിയുടെ പേരാണ്. യതീമ എന്ന കുട്ടി നബിയെ കാണാണ്. അതാണ് വിഷയം. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അത് അവിടെയൊക്കെ നബിയാണ്, എല്ലായിടത്തും അവിടെയൊക്കെ നബിയാണ്. ഒരു മിസ്കീനെ കാണുമ്പോൾ എനിക്ക് വിചാറാ, എന്തേ ഒരു മിസ്കീനെ പറ്റി എന്തേന്നും കൊടുക്കാതെ വിട്ടാൽ എനിക്ക് വിഷമാണ്. എന്തുകൊണ്ട്? മിസ്കീൻ നബി ആഗ്രഹിച്ചതാണ്. അല്ലാഹുമ്മ നബി മിസ്കീനാണ്. അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വഅമിത്നി മിസ്കീൻ. അത് മുതലാളിക്ക് പരിഗണന കൊടുക്കൂല. കാരണം നബി അങ്ങനത്തെ ജീവിതം നബിക്കില്ല. യതീമുൻ നബിയാണ്, മിസ്കീനൻ നബിയാണ്, അവരെ സ്നേഹിച്ചതും നബിയാണ്. മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാകീൻ, അവരെ സ്നേഹിച്ചത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്തൊരു നബിയെ കാണും. വസീതത്തുൽ അഹ്വാലി ഫിൽ ബസ്തി വൽ ഖബ്ലി. വസീതത്തുൽ അഹ്വാലി സകല സന്ദർഭങ്ങളുടെയും മധ്യവർത്തിയും മുഹമ്മദ് മുസ്തഫ തന്നെയാണ്. ഫിൽ ബസ്തി സന്തോഷത്തിലും വൽ ഖബ്ലി സന്താപത്തിലും, പിന്നെ നേട്ടത്തിലും കോട്ടത്തിലൊക്കെ. സത്രീബുഹു ബിൽ മദ്ഹി സഹസഹൽ ഖനാ മറദ്ദഹരി അൻ ഖൗലി വഫിഅലി വഅൻ നർലി. സാതുരിബു ഞാൻ ആനന്ദിക്കും ബിൽ മദ്ഹി മദ്ഹ് കൊണ്ട്. ഇത് സഹസഹൽ ഖനാ അശ്ലീലതയെ എൻ്റെ എല്ലാ എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞത് നബിയാണ്. മദദ്ദഹരി എൻ്റെ കാലം മുഴുവനും, അൻ ഖൗലി എൻ്റെ വാക്കിനെ തൊട്ടും, ഫിഅലി എൻ്റെ കർമ്മത്തെ തൊട്ടും, വഅൻ നർലി എൻ്റെ അഭിമാനത്തെ തൊട്ടും, എൻ്റെ ചിന്തയെ തൊട്ടും. എൻ്റെ ചിന്തയിൽ അശ്ലീലതയെ വരൂല. എന്തുകൊണ്ട്? സദാസമയവും നബിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്ത് അശ്ലീലത വരാനാണ്? അവൻ്റെ വാക്കിൽ തോന്നിയാസം വരാതിരിക്കാൻ കാരണം ആരെന്നെയാണ്? നബിയാണ്. സത്രീബുഹു ബിൽ മദ്ഹി സഹസഹൽ ഖനാ മറദ്ദഹരി അൻ ഖൗലി വഫിഅലി വഅൻ നർലി. نبي قبيل الكون وخاد ربه فصلت عليه الذات أحسن بذا الفضل.
നബിയൻ ഇതൊരു നബിയാണ് ഖുബൈലൽ കൗനി. നബിയൻ ഇതിന് ഈ ആള് നബിയാണ് ഖുബൈലൽ കൗനി. പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് പോലും, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് നബി നബിയാണ്. കൗൻ പ്രപഞ്ചം, ഈ പ്രപഞ്ചം അന്നില്ല, അന്നും ഈ ആള് നബിയാണ്. നബിയുൻ ഖുബൈലൽ കൗനി വഹദ റബ്ബഹു, തന്റെ റബ്ബിന് തൗഹീദ് പറഞ്ഞ ആദ്യത്തെ ആൾ. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെയാണ് ആകാശം ഉണ്ടായത്, പിന്നെയാണ് ഭൂമി ഉണ്ടായത്. നബിയുൻ ഖുബൈലൽ കൗനി വഹദ റബ്ബഹു ഫസല്ലത അലൈഹി ദാതു അഹ്സിൻ ബിഹദൽ ഫർളി. നബിയൻ ഇതൊരു വല്ലാത്ത നബിയാണ്. ഖുബൈലൽ കൗനി, പ്രപഞ്ചത്തിനെ ഉണ്ടാകും, പ്രപഞ്ച ഉത്ഭവത്തിന് മുമ്പ് പോലും ഈ ആൾ നബിയാണ്. വഹദ, തൗഹീദാക്കി റബ്ബഹു, തന്റെ റബ്ബിനെ. അതായത് എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് പോലും ഈ ആൾ ഉണ്ടായിന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അന്ന് നബിയേ ഉള്ളൂ, അവിടുത്തെ ഒളിവേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ ഒന്നുമില്ല. അന്ന് പുണ്യ റസൂലിന്റെ ഒളിവുണ്ട്. ആ ഒളിവ് എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഫസല്ലത അലൈഹി, ആ നബിയുടെ മേൽ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. അദാത്തു, ആ പരിശുദ്ധ ദാത്ത് പോലും. യാ സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ദാത്ത് പറഞ്ഞാൽ അല്ലാഹു ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി. പവർ പറയാം, തന്റെ സൃഷ്ടിയുടെ പവർ അദാത്ത് പോലും പറഞ്ഞിട്ടുണ്ട്. അഹ്സിൻ ബിദൽ ഫർളി, ആ ഫർദിന്റെ കാര്യം എത്ര അത്ഭുതകരമായ ഭംഗിയാണ്. അതിൽ ഫർദാണ്. ഏത് ഫർദ്? ഏതാ ഫർദ്? സ്വലാത്ത്. എന്തുകൊണ്ട്? ആര് പോലും പറഞ്ഞതാണ്? അല്ലാഹു സുന്നത്തല്ല, അത് ഫർദാണ്. കൽപ്പനയിൽ അത് സുന്നത്താണ്, പക്ഷെ നിന്റെ ഉള്ളിൽ അത് ഫർദാണ്. മനസ്സിലായില്ല? ചില കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നാ വാപ്പ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമ്മൾ ചെയ്തിരിക്കും ഫർദ് പോലെ. എന്തുകൊണ്ട്? ബാപ്പ പറഞ്ഞതാണ്. ബാപ്പ അങ്ങാടിക്ക് നമ്മൾ പറഞ്ഞാൽ സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞാൽ ഇപ്പോൾ ബാപ്പ എന്ത് പറഞ്ഞു? കണ്ണിവറ്റിലെ കേട്ടാണെങ്കിൽ ഒരു 4 എണ്ണം വാങ്ങി കൊണ്ടുവന്നുകൊണ്ട് അവർ മറ്റേ വാരരെ പീടികയിലുണ്ടാവും, മറ്റൊപ്പൻ്റെ പീടികയിലുണ്ടാവും, അവിടെ കണ്ണിവറ്റിലുണ്ടാവും. 4 എണ്ണം വാങ്ങാൻ കൊണ്ടുപോകും. നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടി എന്ന് പറഞ്ഞു. നിങ്ങളത് ആദ്യം വാങ്ങിയിട്ട് വെക്കും. എന്തുകൊണ്ട്? ഇത് ബാപ്പ സുന്നത്താക്കി പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞ. എന്തുകൊണ്ട്? പാപ്പാൻ്റെ ആവശ്യത്തിനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അരിയും കൂട്ടാനും മീനും ചക്കരയും വാങ്ങുന്നതിനേക്കാളും അതൊക്കെ നമുക്കൊക്കെ ഉള്ളതാണ്, മറ്റു വാപ്പാക്കുള്ളതാണ്. അതാദ്യം വാങ്ങിയേക്കും. ഇത് പരിശുദ്ധനാത്ത് പോലും സ്വലാത്ത് ചെയ്തുകൊണ്ട് ഈമാനുള്ളവനത് ഫർളാണ്. കിതാബിലത് സുന്നത്താ, പക്ഷെ ഈമാന്റെ ഉള്ളിലത് ഫർളാണ്. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رحمة للعالمين يا عباد الله. السلام عليكم يا عباد الله، السلام عليكم يا عباد الله، السلام عليكم يا عباد الله. എന്താ പറഞ്ഞ? അഹ്സിൻ ബിദൽ ഫർളി, ആ ഫർള് കൊണ്ടുള്ള ബന്ധം എത്ര മനോഹരമാണ് എന്ന് നീ ചിന്തിക്ക് എന്ന്